കഴിഞ്ഞ ദിവസമാണ് പ്രതിശ്രുത വരനെ പ്രതിശ്രുത വധുവും കാമുകനും കൂടി കൊക്കയിൽ നിന്ന് തള്ളിയിട്ട് കൊലപ്പെടുത്തിയത്. സംഭവത്തിൽ സിയയും അതുപോലെ തന്നെ സിയയുടെ കാമുകനായ ചേതനും അറസ്റ്റിലാവുകയും ചെയ്തു. അതേസമയം സംഭവത്തിൽ മകൾ കൊലപാതക കേസിൽ അറസ്റ്റിലായ വിവരം അറിഞ്ഞതിന് പിന്നാലെ സിയയുടെ പിതാവ് പ്രവീൺ ഗോയലിന് കടുത്ത ഹൃദയാഘാതമുണ്ടാവുകയും അദ്ദേഹം ഇപ്പോൾ ആശുപത്രിയിൽ തീവ്രപരിചരണ വിഭാഗത്തിൽ ചികിത്സയിൽ കഴിയുകയുമാണ്. തെറ്റു ചെയ്തത് സ്വന്തം മകളായാലും അവളെ തൂക്കിക്കൊല്ലണമെന്നാണ് ആശുപത്രി കിടക്കയിൽ നിന്നും അദ്ദേഹം പ്രതികരിച്ചത്. അതിനിടെ കേതനെ കൊലപ്പെടുത്തിയ ജൂൺ 18 രാവിലെ സിയയും കാമുകൻ ചേതനും തമ്മിൽ ഒരു പ്രമുഖ കഫേയിൽ വെച്ച് അതീവ രഹസ്യമായി കൂടിക്കാഴ്ച നടത്തുന്നതിന്റെ CCTV ദൃശ്യങ്ങൾ ഇപ്പോൾ പോലീസിന് ലഭിച്ചിട്ടുണ്ട്. കേതനെ എങ്ങനെ വകവരുത്തണം എന്ന് ഇരുവരും ചേർന്ന് പ്ലാൻ ചെയ്തത് ഈ കഫേയിൽ വെച്ചായിരുന്നു. ഇതിന് പിന്നാലെയാണ് ഒന്നും അറിയാത്തതുപോലെ സിയ കേതനെയും കൂട്ടി ട്രെക്കിങ്ങിനായി ലോഹഗഡ് കോട്ടയിലേക്ക് പോകുന്നത്. ഇവർക്ക് തൊട്ടു പിന്നാലെ കാമുകൻ ചേതനും കോട്ടയിലെത്തി. വിജനമായ സ്ഥലത്ത് വെച്ച് കേതനെ ചേതൻ അഗാധമായ കൊക്കയിലേക്ക് തള്ളി താഴെയിടുകയായിരുന്നു. ഈ വർഷം ഫെബ്രുവരിയിലായിരുന്നു സിയയും കേതനും തമ്മിലുള്ള വിവാഹം ഉറപ്പിച്ചത്. പ്രമുഖ നിർമ്മാണ വ്യവസായി വിശാൽ അഗർവാളിന്റെ മകനായ കേതനുമായുള്ള വിവാഹം അതീവ ഗംഭീരമായി നടത്താനായിരുന്നു ആ കുടുംബത്തിന്റെ തീരുമാനം. വരുന്ന നവംബറിൽ രാജസ്ഥാനിലെ ഉദയപൂരിലുള്ള ഒരു രാജകൊട്ടാരം 17 കോടി രൂപയ്ക്കാണ് വിവാഹത്തിനായി കുടുംബം ബുക്ക് ചെയ്തിരുന്നത്. അതിഥികളെ എത്തിക്കാൻ 2 സ്വകാര്യ വിമാനങ്ങൾ വരെ ഏർപ്പാടാക്കിയിരുന്നു. എന്നാൽ കോടികളുടെ ഈ ആഡംബര ജീവിതത്തെക്കാൾ സിയ ആഗ്രഹിച്ചത് കാമുകൻ ചേതൻ ചൗധരിക്കൊപ്പമുള്ള ജീവിതമായിരുന്നു. വിവാഹത്തിന് സിയ ഒരിക്കലും വിസമ്മതം പ്രകടിപ്പിച്ചിരുന്നില്ലെന്നും എപ്പോഴും കേതനോട് സന്തോഷത്തോടെയാണ് സംസാരിച്ചിരുന്നതെന്നും പിതാവ് പറയുന്നു. ഈ അഭിനയത്തിന് പിന്നിലായിരുന്നു കൊടും ചതി ഒളിഞ്ഞിരുന്നത്. ഈ കൊടും കൊലപാതകത്തിന്റെ ചുരുളഴിക്കാൻ പോലീസിനെ സഹായിച്ചത് പ്രതിയായ ചേതൻ ധരിച്ചിരുന്ന ഒരു വസ്ത്രമായിരുന്നു. കോട്ടയിലെ CCTV ദൃശ്യങ്ങൾ പരിശോധിക്കുന്നതിനിടെയാണ് കടുത്ത ചൂടുള്ള സമയത്ത് മുഖം പൂർണ്ണമായി മറയ്ക്കുന്ന രീതിയിൽ ഹൂഡി ധരിച്ച് അതിനു മുകളിൽ ഹെഡ്സെറ്റും വെച്ച് ഒരാൾ കേതനും സിയയ്ക്കും പിന്നാലെ നടന്നു പോകുന്നത് പോലീസിന്റെ ശ്രദ്ധയിൽപ്പെട്ടത്. അന്നവിടെ 33 ഡിഗ്രി സെൽഷ്യസ് ചൂടായിരുന്നു. ആ കടുത്ത ചൂടത്ത് ഇത്തരം ഒരു വസ്ത്രം ധരിച്ചു പോയ ആളോട് തോന്നിയ സംശയമാണ് പോലീസിനെ ചേതനിലേക്ക് എത്തിച്ചത്. ദൃശ്യങ്ങളിൽ സിയ ഇടയ്ക്കിടെ ഇയാളെ തിരിഞ്ഞു നോക്കുന്നതും വ്യക്തമായിരുന്നു. ഇതോടെ പോലീസിന്റെ ചാണക്യ തന്ത്രങ്ങൾക്ക് മുന്നിൽ സിയയ്ക്ക് കള്ളക്കഥകൾ പൊളിക്കേണ്ടി വന്നു. സിയയ്ക്കും ചേതനുമെതിരെ കൊലപാതകം, ഗൂഢാലോചന എന്നീ കടുത്ത കുറ്റങ്ങളാണ് പോലീസ് ചുമത്തിയിട്ടുള്ളത്.